ഞങ്ങൾ അങ്ങനെ രാവിലെ തന്നെ ബ്രോമാൻസിനാണ് കയറിയത്. ഇന്ന് പൈങ്കിളുണ്ട്, ബ്രോമാൻസ് ഉണ്ട്, ദാവീദ് ഉണ്ട്, 3-4 പടങ്ങളുണ്ട് അല്ലേ. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഞങ്ങള് ഒരു ബ്രോമാൻസ് ആണ്, ബ്രോ പ്ലസ് റൊമാൻസ്. അപ്പൊ എങ്ങനെയുണ്ട് മൂവി എന്ന് വെച്ചാൽ ഫോർ മീ ആൻ ആവറേജ് ഫൺ എക്സ്പീരിയൻസ്. ഭയങ്കര എന്താ പറയാ, കിടിലെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആവറേജ് ഫൺ എക്സ്പീരിയൻസ് ആണ് എനിക്ക് പടം തന്നത്. ആൻഡ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് അല്ലേ, സെക്കൻഡ് ഹാഫ് വാസ് ലൈക്ക് വെരി ഫൺ. സെക്കൻഡ് ഹാഫ് എന്ന് പറയാനല്ല, എനിക്ക് കൂടുതൽ പറയാൻ ഇഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതം പടം സംഗീതം തൂക്കി അടിച്ച്. സംഗീതത്തിന് ഭയങ്കര ടൈമിംഗ് കേട്ടോ, ചില സാധനങ്ങൾ ഞാൻ ഉറപ്പ് പറയാ സംഗീതത്തിനൊരു ബേസിൽ ലെവൽ ഓഫ് ഫാൻ ബേസ് കയറും അല്ലേ. ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഫണ്ണി എക്സ്പ്രഷൻസ്, മൈന്യൂട്ട് സാധനങ്ങളൊക്കെ ഇടുന്നുണ്ടല്ലോ, ഓരോന്നും കിണ്ണോ സാധനങ്ങൾ. ആ സെക്കൻഡ് ഹാഫിൽ ഡയലോഗ്, സെക്കൻഡ് ഹാഫിൽ ഒന്നും നീ അങ്ങനെ സ്കോർ ചെയ്യണ്ടോ, ഒന്നൊന്നര സാധനം. അർജുൻ അശോകനുണ്ട്, പിന്നെ നമ്മളെ മാത്യു ഉണ്ട്, മാത്യു ആണ് ലീഡ് ചെയ്യുന്നത്. മാത്യു, മഹിമ നമ്പ്യാര്, ശ്യാം മോഹൻ, പിന്നെ നമ്മളെ ഷാജോൻ ഉണ്ട്, ബിനു പപ്പു, അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ പടത്തിനകത്ത്. ഒരു ജെൻസി വൈബ് കൊണ്ടുവരാൻ അവര് ആ ഒരു സ്ക്രിപ്റ്റിനകത്ത് ഭയങ്കരമായിട്ട് നോക്കിയിട്ട് അതിന്റെ ഒരു എഫേർട്ട് ഭയങ്കരമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്താണെങ്കിലും പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറിനെ തപ്പിപ്പോകുന്ന ബ്രദർ, ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ചെറിയൊരു കഥ. ഇറ്റ്സ് ലൈക്ക് ബ്രദറിനെ തപ്പിപ്പോകുന്ന ബ്രദറിന്റെ ഫ്രണ്ട്സിനായിട്ട് ടീം അപ്പ് ആവുന്ന ബ്രദർ. ഇതാണ് അതിന്റെ ഒരു ത്രെഡ്. എൻഗേജ്ഡ് ആണ്, നമ്മൾ എവിടെ ഒരു ലാഗ് അടിക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. എനിക്ക് കുറച്ചൊരു അങ്ങനെ തോന്നിയില്ല, ഞങ്ങൾ അങ്ങനെ ഫുൾ ഇങ്ങനെ മുഴുകിയിരുന്ന പോലെ തോന്നിയത്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് കുറച്ച് ലോ ആയിട്ടാണ് ഇരുന്നത്. കാരണം ഫസ്റ്റ് ഹാഫിനകത്ത് ഈ മാത്യുവിന്റെ കുറച്ച് എലമെന്റ്സ് എനിക്ക് തീരെ പറ്റിയില്ല കേട്ടോ. ഈ പ്രഷർ കയറിയിട്ട് വലിയൊരു രസം തോന്നിയില്ല, അത്ര ഫണ്ണായിട്ട് തോന്നിയില്ല. പക്ഷെ അല്ലാത്ത പക്ഷം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ പടം പിക്കപ്പായി. സെക്കൻഡ് ഹാഫിലേക്ക് പടം വരുമ്പോ അതിന്റെ ഗ്രാഫ് ഇങ്ങനെ കേറുന്നുണ്ട്. ആ ഗ്രാഫ് കേറുന്നതിൽ അർജുൻ അശോകനും സംഗീതും, പിന്നെ ഒരു പരിധി വരെ ഷാജോണും അല്ലെ. സംഗീത് നിറഞ്ഞാടുകയാണ് സംഗീത്. ഇവര് കൊട്ടക്ക് പോയിട്ട് നടത്തുന്ന ചില പരിപാടികളിലൊക്കെ സംഗീതിന്റെ കുറച്ച് സാധനങ്ങളുണ്ട്. സംഗീത ഒരു എത്തിക്കൽ ഹാക്കറായിട്ട് ഇതിനകത്ത്. എന്റെ മോനെ ചെങ്ങായി ഓരോ ലെവൽ കൗണ്ടർ അടിക്കുന്നുണ്ട് ഇതിനകത്ത്. അതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. സെക്കൻഡ് ഹാഫ് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എഡിറ്റ് ഭയങ്കരമായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇതിന്റെ എഡിറ്റ് ആണ്. അരുൺ ഡി ജോസ് ആണ് സിനിമയുടെ ഡയറക്ടർ. സോ റൈറ്റിംഗിന്റെ ഭാഗവും അങ്ങനെയുണ്ട്. റവീഷ് നാഥ് എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു ഹെൽപ്പ് ചെയ്തതാണെന്ന് തോന്നുന്നു, ടോമസ് പി സെബാസ്റ്റ്യൻ. പക്ഷെ നമ്മൾ എഴുതി കാണിച്ചപ്പോൾ സിനിമയിൽ ഇങ്ങനെ തന്നെ സ്റ്റോറി ആൻഡ് ഡയറക്റ്റഡ് ബൈ ADJ ആണ് കാണിച്ചിട്ടുള്ളത്. സോ എങ്ങനെയുണ്ടായിരുന്നു പ്രബി? ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? കോട്ടയിൽ പോയിട്ട് എടുത്തത് അനക്കാനല്ലോ ഒരു എന്താ പറയാ, ഒരു അതിഭീകരം എന്ന് തോന്നാൻ മാത്രല്ലല്ലോ, ചിരിക്കാനല്ലേ സെക്കൻഡ് ഹാഫ് ചിരിക്കാണ്ട്. ചമൻ ചാക്കോ ആണ് ഈ പടത്തിന്റെ എഡിറ്റർ. ഞാൻ എഡിറ്ററാണ് പടം കഴിഞ്ഞപ്പോ ആദ്യം തപ്പിയത്. കാരണം എന്താ പറയാ, നല്ല എഡിറ്റഡ്. അതായത് ഇപ്പത്തെ ഒരു ഞാൻ പറഞ്ഞല്ലോ ജെൻസി വൈബ് പിടിച്ചിട്ടാണ് ഈ പടം എടുത്തിട്ടുള്ളത്. ഒരു ജെൻസി ക്രൗഡിനെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള രീതിയിലാണ് ഈ പടം എടുത്തു വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരു കാരണം ഇതിന്റെ എഡിറ്റ്സ് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര സോഷ്യൽ മീഡിയ ട്രെൻഡിൽ നിൽക്കുന്ന പാട്ട് മാത്രമല്ല ഇതിന്റെ ഓരോ എഡിറ്റ്സും ആ ട്രാൻസ്ലേറ്ററിന്റെ സാധനം അങ്ങനെ കുറെ സാധനങ്ങൾ ഇതിനകത്ത് ഭയങ്കര അടിപൊളി നമ്മൾ തല്ലുമാലയിലൊക്കെ അത്ര ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര അവരുടെ എഫേർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്യാമറ അടിപൊളിയായിരുന്നു, സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു. കാരണം സിനിമാറ്റോഗ്രാഫിക്ക് ഇതിലൊരു എന്താ പറയാ ഒരു ബിഗ് ഹൈ കൊടുക്കാണ്ട്. കാരണം ചില വിഷ്വൽസും ചില സാധനങ്ങളും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവേണ്ടിയിരുന്നു. സെക്കൻഡ് ഹാഫിന്റെ ലാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് പ്രിയദർശൻ സിനിമ പോലെ ആകെ കൂട്ടത്തല്ലും ഒച്ചമുളിയൊക്കെയുള്ള സമയത്ത് അതങ്ങനെ അഖിൽ ജോർജ് അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ മ്യൂസിക് അല്ലേ, മ്യൂസിക് വൈസും ഈ പറഞ്ഞ പോലെ ഗോവിന്ദ് വസന്തിന്റെ തൈക്കുടം ഗോവിന്ദ് വസന്തിന്റെ മ്യൂസിക്കില് ചില പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര എന്താ പറയാ എൻഗേജിങ് ആക്കിയതിന്റെ മ്യൂസിക്കാണ്. ടുവേർഡ്സ് എ ക്ലൈമാക്സ് ഒക്കെ എസ്പെഷ്യലി ഈ സാധനത്തിന് ഒരു ഭയങ്കര എൻഗേജിങ് എലമെന്റ് തന്നത് ഗോവിന്ദിന്റെ BGM ബാക്കി കാര്യങ്ങളൊക്കെയാണ്. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ലോ ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫും
എന്നാൽ കമ്പാരിറ്റീവ്ലി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് നല്ല അടിപൊളി, ഭയങ്കര രസമായിരുന്നു. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ സംഗീതം എടുത്ത് പറയണം. സംഗീതാണ് മോനെ ഷോ സ്റ്റീലർ. ഇതിനകത്ത് സംഗീത് കൊണ്ടുപോയി. ഇത് മാത്യു ബാക്കിയുള്ള ടീം എന്നൊക്കെ പറഞ്ഞാലും സാധനം കൊണ്ടുപോയി. പൈങ്കിളി കണ്ട രണ്ടാളുകളുണ്ട്. പൈങ്കിളി കഴിഞ്ഞ് അടുത്ത ഞങ്ങൾ പൈങ്കിളിക്കാണ് കയറാൻ പോകുന്നത്. അല്ല പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ മാത്യൂസിന്റെ ആ ഒരു സീന് എനിക്ക് അത്ര വലിയ ഡൈജസ്റ്റ് ആയില്ല. കാരണം ആ ഒരു പ്രഷർ കുറച്ച് ഓവറായ പോലെ എനിക്ക് തോന്നി. പക്ഷെ ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ നല്ല ബാക്കിയെല്ലാം കൊള്ളായിരുന്നു. സോ മൊത്തത്തിൽ ഒരു എന്താ പറയാ ഫൺ വൈബാണ്. ചിരിക്കാൻ പറയുന്നുണ്ട് അത്യാവശ്യം. കയറിയിട്ട് നിങ്ങൾക്ക് സംഗീതം നിങ്ങളെ ചിരിപ്പിച്ച് കൊല്ലും. കൊള്ളാം. ഓക്കെ, സോ നിങ്ങള് അല്ലെ ഫ്രീ ആണെങ്കിൽ കാണാം. അടിപൊളിയായിട്ട് നിങ്ങൾ ഞങ്ങളിവിടെ പൈങ്കിളി 2 തിയേറ്ററിൽ ഞങ്ങളിവിടെ എറണാകുളത്തോടെ വന്ന് കണ്ടത് വനിതാ വിനീതയില്. അപ്പൊ 2 സ്ക്രീൻ ഉണ്ടായിരുന്നു. മറ്റേ ഇത് പൈങ്കിളി എന്നിട്ട് ഞങ്ങൾ റൊമാൻസിൽ കയറി. അല്ല എനിക്ക് റൊമാൻസിന്റെ ട്രെയിലർ കണ്ടപ്പോ തന്നെ ഒരു വൈബ് ഫീൽ ചെയ്തിട്ടാ. ഞാനൊരു ആ സിനിമ കണ്ടപ്പോ ഞാൻ കൂടുതലും ഒരു ഇന്ന് വാലന്റൈൻസ് ഡേ ആകുമ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ കുറച്ച് ലവ് റിലേറ്റഡ് സിനിമ എന്ന് വെച്ചു. പക്ഷെ ഇത് ബ്രദർഹുഡ് സിനിമയാണ് എനിക്കും പറഞ്ഞത്. ബ്രദർ റൊമാൻസ് ഫണ്ണാണ് കൂടുതലായിട്ട് അടിച്ചത്. കൗണ്ടർ ഫണ്ണാണ് അടിച്ചത്, ബാക്കി സാധനങ്ങളല്ല. ഓക്കെ, ഈ ബ്രദർഹുഡ് റൊമാൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു തേനീച്ചന്റെ എലമെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പടത്തിന്റെ ഏകദേശം പടം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ തേനീച്ച എലമെന്റ് ആണെന്നൊക്കെ മനസ്സിലാവും. കുറേ സ്ഥലത്ത് കണക്ട് ആവുന്നുണ്ട്, കുറേ സ്ഥലങ്ങളിൽ അത് കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും കൊള്ളാം. ഒരു ആവറേജ് എക്സ്പീരിയൻസ്. തിയേറ്ററിൽ കയറി കണ്ടോ.